പേർക്ക് കഴിക്കാനുള്ള ദോശമാവിന് നമുക്ക് അരി ഉഴുന്നും വെള്ളത്തിലിടാം. ഒരു നാഴി ഒരു 1/4 ഭാഗം കൂടി ഇടുന്നു. പച്ചരി 1/4 നാഴി ഒരു പിടി ചാക്കരിയും കൂടി ഇടുക. അതിൻ്റെ കൂടെ അതിട്ട് ഇത്രയും ഉലുവായും കൂടി ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ ഉലുവ കൂടി ഇടും. അത് കഴുകി വെള്ളമൊഴിച്ച് വെള്ളത്തിൽ മുക്കിയിടും. ആ അരിയും ചാക്കരി പച്ചരിയും ഉലുവയും കൂടി ചേർത്തത് നമ്മൾ കഴുകിയെടുത്ത് ഇതിന് മുങ്ങത്തൊക്കെ വെച്ച് വെള്ളം ഒഴിച്ചിടുക. ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് അരയ്ക്കുന്നത്. അതിന് വേണ്ട ഉഴുന്ന് ഞാൻ ഈ പാത്രത്തിന് നിറച്ചെടുക്കണില്ല, ഉഴുന്നാണ് ഇതിന് ചേർക്കുന്നത്. അതും അതിൻ്റെ ഒപ്പം തന്നെ വെള്ളമൊഴിച്ച് ഇടും. 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 8 മണിയാകുമ്പോൾ ഞാനിത് അരച്ചെടുക്കണം. നിങ്ങളെ കാണിച്ചു തരാം. കുതിര 2 പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ്. 5 മണിക്കൂർ കഴിഞ്ഞ് ഇത് അരക്കണം കാണിച്ചു തരാം. 5 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട അരിയാണിത്. പച്ചരി, ചാക്കരി, കുറച്ച് ഉലുവയും കൂടി അന്നേരം ഇട്ടിരുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു ശകലം ചോറ് കൂടി അരക്കും. ചോറ് കൂടി ഇതിൻ്റെ കൂടെ ഇടും. ഏത് ചോറായാലും കുഴപ്പമില്ല, ചാക്കരിയായാലും കുത്തരിയായാലും കുഴപ്പമില്ല. എന്നിട്ട് അത് മുങ്ങാൻ ഉള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കും. അത് നമ്മുടെ അരി അരച്ചെടുത്തിരിക്കുകയാണ്. കയ്യിലിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തരിതരിപ്പൊന്നുമില്ല. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി അടുത്തത് ഉഴുന്നിടാം നമുക്ക്. ആ ജാറിലേക്ക് ഉഴുന്ന് കഴുകിയത് ഇട്ട് അരച്ചെടുക്കാം. ഇത് മുങ്ങണ വെത്തി വെള്ളം കണ്ടോ, ഇതാണ് ഇതിൻ്റെ അളവ്. ഇനി നമുക്കത് അരച്ചെടുക്കാം. നല്ലതുപോലെ അരഞ്ഞിരിക്കുക. എടുത്ത് നോക്കുമ്പോൾ ഒരു തരി പോലും ഇല്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു. ഇതുകൂടി ചേർത്ത് നമ്മൾ അരിയും ഉഴുന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് നാളെ രാവിലെ എടുക്കുക. കണ്ടോ, നല്ല സൂപ്പറായിട്ട് അരഞ്ഞു വന്നിരിക്കുക. ഇത് ഈ അരി അരച്ചതും ഉഴുന്നരച്ചതും കൂടി നമ്മൾ നല്ലപോലെ ഇളക്കി കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് രാവിലെ എടുത്ത് ദോശ വേണമെങ്കിൽ ദോശ ചുടാം, ഇഡലി വേണമെങ്കിൽ ഇഡലി ചുടാം. വെച്ച ദോശമാവിൽ ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ദോശ ഉണ്ടാക്കിയാണ്. നല്ല മയമുള്ള ദോശ. ഒക്കെ വന്ന് നല്ല കുമിളകൾ ഇട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ മറിച്ചിടാം നമുക്ക്. ദോശ നല്ല അടിപൊളിയായിട്ട്